ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്ന അൽക്കൂർ പാർക്കിലോട്ടാണേ. ഇവിടെ പാർക്ക് മാത്രമല്ല, സൂവും ഉണ്ട് കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് സൂ കാണാനാണ് വന്നത്. ഞങ്ങൾ സാറ്റർഡേ ഒരു ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വന്നത്. ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ ഇന്ന് അകത്ത് കയറാനായിട്ട് നമ്മൾ സാധാരണ ടിക്കറ്റ് എടുക്കുകയാണ് പതിവ്. അവർ തന്നെ എടുത്തു തരുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ തന്നെ എടുക്കണം. അങ്ങനെയൊക്കെ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഇന്ന്. ഞങ്ങൾ നേരത്തെ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു അന്ന്, പക്ഷേ ശരിക്കും ഒന്നും കാണാൻ പറ്റിയില്ല. പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു ഞങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗേൾസിനെ മാത്രമേ കയറ്റുകയുള്ളൂ. അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അത് കുറേ നാൾ മുന്നേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്നുകൂടെ വന്നതാണ്. പിന്നെ നമ്മൾ വന്നിട്ട് നേരെ സൂവിൻ്റെ സൈഡിലോട്ട് തന്നെ പോയത്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണുക. അങ്ങനെ നമ്മൾ നേരെ സൂവിൽ പോയി. കഴിഞ്ഞ വട്ടം വന്നപ്പോഴത്തേക്ക് ഈ സിംഹമോ കഴുവയോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്തോ റിനോവേഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനൊക്കെ അകത്തിട്ടേക്കുമായിരുന്നു, പുറത്തോട്ടൊന്നും ഇറക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഒന്നുകൂടെ വന്നത്. അങ്ങനെ വന്ന ആദ്യം തന്നെ കണ്ടത് സിംഹത്തിനെയാണ്. രാജാവിനെ പോലുള്ള ഇരിപ്പൊക്കെ കണ്ടില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ചീറ്റക്കൂട്ടനെ കാണാൻ പോയി. എന്തോ തേരാപ്പാര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. എന്ത് സംഭവം എന്നറിയത്തില്ല. ഒരു 1-2 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയി കേട്ടോ. അടുത്തടുത്ത് തന്നെ, ഒരുപാട് ദൂരത്തൊന്നും പോകണ്ട. അടുത്ത നമ്മുടെ കടുവക്കുട്ടൻ. എന്താണെന്നറിയത്തില്ല, ഇന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല വെകിളി പിടിച്ച പോലെ അങ്ങോട്ടും ഇടം നടപ്പുണ്ട്. എന്താ സംഭവം എന്ന് ആർക്കും അറിഞ്ഞൂടാ. പിന്നെ ഇതിനകത്തും ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, 2 എണ്ണം ഉണ്ട്. ഒരാൾ കിടക്കുവാണ്, ഒരാൾ അപ്പുറത്തെങ്ങാണ്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പുള്ളിപ്പുലി ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് അറിഞ്ഞൂടാ, അത് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടേ എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. വേറെ ഒന്നിനെ കാണാനും ഇല്ല അവിടെ. ഈ ഒരെണ്ണം മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ട് അറിയത്തില്ല കേട്ടോ. പിന്നെ കുരങ്ങന്മാരുടെ സെക്ഷനിലോട്ടാണ് വന്നത്. അവരുടെ കാര്യം പിന്നെ അറിയാമല്ലോ. അവിടെ എല്ലാം വലിഞ്ഞു കയറാൻ പറ്റും. അവിടെ എല്ലാം വലിഞ്ഞു കയറുന്നുണ്ട്. അതുകൊണ്ട് ആ മുകളിൽ ഒക്കെ വലിഞ്ഞു കയറി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പോയത് ചെന്നായ അല്ലല്ലോ, കുറുക്കനല്ലേ. അങ്ങനെ അവരും ഉണ്ടായിരുന്നു. ഒരു 3 പേരുണ്ടായിരുന്നു. അത് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ പിന്നെ അടുത്തടുത്തോട്ട് പോയി. ബാക്കിയൊക്കെ ഉള്ളതിന് കുറച്ച് അപ്പുറത്താണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ടീ ഷോപ്പിലൊക്കെ നമ്മൾ പോയില്ല, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവിടെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞത് നമ്മൾ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചിമ്പുക്കുട്ടന്മാർ 2 പേരുണ്ടായിരുന്നു. അവരുടെ കളിയും ചിരിയൊക്കെ ഭയങ്കര രസമാണ്. അതുകൊണ്ട് കണ്ടില്ലേ, ഡാൻസ് കളിച്ച് കാണിക്കുക. അത് കഴിഞ്ഞിട്ടൊരു കോമഡി കാണിച്ചിട്ടാണ് പുള്ളിക്കാരൻ പോയത് കേട്ടോ. ഈ കളിയും കഴിഞ്ഞിട്ട് വായിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതും തുപ്പി കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിയും ചിരിയൊക്കെ കണ്ടിട്ട് അടുത്ത സെക്ഷനിൽ പോയപ്പോഴത്തേക്ക് നമ്മുടെ കരടി 2 പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ പിന്നെ സമാധാനപ്രിയരായതുകൊണ്ട് വലിയ ബഹളവും കാര്യങ്ങളൊന്നുമില്ല. 2 പേരും 2 സൈഡിൽ പോയിട്ട് മനങ്ങാതെ ഇരിപ്പുണ്ട്. ആൾക്കാരെയൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പാർക്കിൻ്റെ സൈഡിലോട്ട് പോയി. അങ്ങനെ കുറച്ച് നേരം നടന്നുകൊണ്ട് അവിടെ ഒരു ഗുഹയൊക്കെ ഇല്ലേ, ഗുഹ പോലത്തെ സംഭവം, അവിടെയൊക്കെ പോയി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇപ്പുറത്ത് വന്നപ്പോഴത്തെ ഒരു പാലമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ ശരിക്കും ഇവിടുത്തെ ആൾക്കാരൊക്കെ മെയിനായിട്ട് ഈ പാർക്കിലാണ് വരുന്നത്. നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെയാണ് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് അവരൊക്കെ പാർക്കിലൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തത്തേനെയൊക്കെ പിടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മയിലും താറാവിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവരെയൊക്കെ ഈ വേലിക്ക് അപ്പുറത്ത് നിന്ന് കാണണമല്ലോ. അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ട് നമ്മളൊരു പാലം പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ഒരാൾ ഇങ്ങനെ ഇരിക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ താഴെ ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ഇത് കണ്ടില്ലേ, ദൂരെ ഇത് ഒരാൾ മാത്രമല്ല, കുറേ പേരുണ്ട് ഇവിടെ. നമ്മൾ കാണാൻ കിട്ടൂലെന്നേ ഉള്ളൂ. അങ്ങനെ നല്ല സീനറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അടുത്തടുത്ത് പോയി. അടുത്തെന്ന് പറഞ്ഞാൽ ആടും എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ആട്, കോഴി, താറാവ് എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ട്. ഇവർക്കിതൊക്കെ അത്ഭുതമാണെന്ന് തോന്നണം കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത ആൾ അമ്മ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഏതാണ്ട് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവർക്ക് ഫുഡൊന്നും കൊടുത്തുകൂടാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് അടുത്തതാ ആട്. ഈ ആട്ടിൻകൂട്ടത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരാളെ കണ്ടത്, കോഴീനെ. പിന്നെ അടുത്തത് നമ്മുടെ ഒട്ടകപ്പക്ഷി. ഈ ഒട്ടകപ്പക്ഷി ഭയങ്കര കോമഡി കേട്ടോ.
അതിൻ്റെ അടുത്ത് ഇരിക്കണ ആളുടെ പുറം നോക്കിക്കുക, ഒരൊറ്റ തൂവൽ ബാക്കി വെച്ചിട്ടില്ല, എല്ലാം കൊത്തി കൊത്തി അതിൻ്റെ എല്ലാം കളഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. നോക്കി അങ്ങനെ അവരെയും കണ്ട് കൊത്തി പറിച്ചുകൊണ്ടിരിക്കുന്ന നോക്കി. അങ്ങനെ എന്തായാലും കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ ഒരാളെ കാണാൻ പോയി, ജിറാഫ്. പക്ഷേ നേരത്തെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ അടച്ച് അകത്തിട്ടേക്കുമല്ലായിരുന്നു, കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റും, നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നേ. പക്ഷേ ഇന്നെന്തോ അങ്ങനെ അകത്ത് കൊണ്ട് പൂട്ടിയിട്ടേക്കാണ്ട് നമുക്കിങ്ങനെ സൂം ചെയ്ത് കാണാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞത് അടുത്ത ആളുടെ അടുത്ത് പോയി. പിന്നെ നമ്മൾ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതിനകത്ത് കയറുമ്പോഴാണ് ഈ ആളെയൊക്കെ ഇങ്ങനെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്, ഗ്ലാസിൻ്റെ ഇതിനകത്താണ് ഇട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ പേരൊക്കെ കണ്ടു. കുറേ പേര് ഈ കൂട്ടിനകത്ത് കയറിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കണ്ടില്ലേ. പിന്നെ പിള്ളേരുമായിട്ടൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾ ഇതേ മരത്തിൽ കയറിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതാണ് സംഭവം, ഗുഹ കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളമൊക്കെ വീഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ അയ്യോ ഇറങ്ങാൻ പോയപ്പോൾ ഒരാളുടെ കാര്യം വിട്ടുപോയത് ഇരിക്കണു, നമ്മുടെ എന്താ ഇതിന് പറയുക, പെരുമ്പാമ്പ്. അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത് തന്നെ നമ്മുടെ സീബ്ര കുട്ടന്മാരെയൊക്കെ നിർത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് നിൽക്കണം അടുത്ത ആൾ. ഇയാൾ കാര്യമായിട്ട് എന്തോ ചവച്ചുകൊണ്ട് നിൽക്കുകയാണേ, അനക്കൊന്നുമില്ല, ഒരിടത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽപ്പുണ്ട്. ഇവിടെ കാണാനായിട്ട് ഇത്രയൊക്കെ ആൾക്കാരേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കുകയാണെന്ന് എൻ്റെ അനിയനെയൊക്കെ ഇതേക്കൊന്ന് ചൊറിഞ്ഞ് അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ച് പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഒരു 4:30 ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ ഇന്നത്തെ ദിവസം അവർക്ക് 5 മണി വരെ ഓപ്പൺ ഉള്ളായിരുന്നു കേട്ടോ. 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നൈറ്റ് വരെ ഉണ്ട്, പക്ഷേ വെള്ളിയും ശനിയും മാത്രം 5 മണി വരെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വിശന്നിട്ട് പണ്ടാരടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ചായയും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്ത് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു പോയപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു അതിഥി ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഒരു വട്ടം കൂടെ പറയുകയാണ്, അപ്പോൾ എൻ്റെ ചാനൽ അതിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിലും